ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന കാലഘട്ടത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ വലിയ സന്ദേശവുമായി തേക്കടിയിൽ ഗ്രീൻ പനോറമ 2026 പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത മുൻനിർത്തി പെരിയാർ ടൈഗർ റിസർവും ചൈതന്യ ഫിലിം സൊസൈറ്റിയും സംയുക്തമായാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ലോകത്തെ പല ഭാഷകളിലുമുള്ള സിനിമകൾ, നമ്മളെക്കാൾ ചെറിയ രാജ്യങ്ങളിലുള്ള സിനിമകൾ, നമ്മളെക്കാൾ ചെറിയ ഭാഷയിലുള്ള സിനിമകൾ, ആ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ സിനിമയെ സമീപിക്കുന്നത് കൃത്യമായ ഒരു ആർട്ട് എന്നുള്ള തരത്തിലാണ്. കൃത്യമായിട്ട് അതിനെ മുമ്പ് പറഞ്ഞപ്പോൾ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എലമെൻ്റ് എന്നുള്ള തരത്തിലാണ്. അവർക്ക് എന്തൊക്കെയാണ് അവർ പറയുന്നത്? യുദ്ധത്തെപ്പറ്റി പറയുന്നുണ്ട്, യുദ്ധത്തെപ്പറ്റി പ്രതികരിക്കുന്നുണ്ട്, മാനവികതയെപ്പറ്റി പറയുന്നുണ്ട്, പരിസ്ഥിതിയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, അവർ നേരിടുന്ന മൗലിക പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, അവർ നേരിടുന്ന രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നാണ് സിനിമ. ഇതുകൂടി ഒരു സ്പേസ് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മളൊക്കെ അത്തരം സിനിമകൾ ലോകമെമ്പാടും ഉണ്ടാവുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്താൻ കൂടിയാണ് നമ്മളിങ്ങനെ ഗ്രീൻ ഫെസ്റ്റിവൽ എന്നുള്ള തരത്തിൽ പരിസ്ഥിതി ബോധ്യമുള്ള സിനിമ നടത്തുന്നത്. അതല്ലെങ്കിൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഗാസയും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് യുദ്ധവിരുദ്ധ സിനിമകളുടെ പാക്കേജുകൾ കാണിക്കുന്നത്. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഇടപെടലുകളും അതിന്റെ ആഘാതങ്ങളും ദൃശ്യമാധ്യമങ്ങളോടെ സമൂഹത്തിന് മുന്നിലെത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പിയൂഷ് സജു IFS ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഇക്കോ ഡെവലപ്മെന്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായ സൂരജ് പ്രസാദ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. പരിസ്ഥിതിയും സിനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സിനിമാ നിരൂപകൻ MC രാജനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചൈതന്യ ഫിലിം സൊസൈറ്റി സെക്രട്ടറി MA അഗസ്റ്റിൻ ആമുഖ പ്രഭാഷണം നടത്തി. പെരിയാർ ടൈഗർ റിസർവ് അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ലക്ഷ്മി R, ബാലഗ്രാം ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോണിക്കുട്ടി J, നാടകപ്രവർത്തകരും സിനിമാ നിരൂപകനുമായ EJ ജോസഫ്, ചൈതന്യ എക്സിക്യൂട്ടീവ് അംഗം VK ബാബുക്കുട്ടി, PTCF ഗവേണിംഗ് ബോഡി അംഗം ഷാജി കുരിശുമൂട്, ചൈതന്യ ഫിലിം സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി NK മോഹനൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ആദ്യ ദിനം ഡേവിഡ് ഷുർമാൻ സംവിധാനം ചെയ്ത മൈ പെൻഗ്വിൻ ഫ്രണ്ട് 2024, ഷോൺ സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത മുതുവാൻ കല്യാണം, ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ഫീച്ചർ ഫിലിം ഓറഞ്ച് മരങ്ങളുടെ വീട് എന്നിവ പ്രദർശിപ്പിച്ചു. ഇടുക്കി വിഷൻ, കുമളി.